നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ? നമുക്കൊക്കെ കുട്ടികളുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളോട് അവരുടെ ഉള്ളകം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അതറിയുന്നവരായി തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണോ. വിവാഹം വേണ്ടാന്ന് പറഞ്ഞു വരുന്ന മക്കള്, അവർ പറയുന്ന പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വിവാഹം എന്ന് പറയുന്നത്, പാനിക് അറ്റാക്ക് വരുന്ന ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം വരികയാണ്. അപ്പോൾ കല്യാണത്തിന് മാർച്ചിലാണ് കല്യാണം, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അരികിൽ കൊണ്ടുവന്ന ഉടനെ അവൾ ചോദിച്ചൊരു ചോദ്യം എന്താ, പൊന്നാറിൻ്റെ ഡോക്ടർ, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണത്തേക്ക് എത്തിക്കണത്? നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? എനിക്ക് കല്യാണം വേണ്ട എങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടി എന്നെ ഉപദേശിക്കുന്നത് എന്ന ചോദ്യം. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്, ഒരു മനുഷ്യ മനസ്സിന് അഭിവാജ്യമായൊരു ഘടകമാണ്. നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് അപ്രകാരമാണ്. സ്ത്രീകളിൽ ഈസ്ട്രജനും ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടാവുന്നുവെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അത് റെഗുലറായിട്ട് വളരെ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എങ്കിൽ വിവാഹ ജീവിതം നിർബന്ധമാണ്. അവർക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നിർബന്ധമാക്കപ്പെട്ടൊരു ഘടകം തന്നെയാണ്, ഒന്ന് തന്നെയാണ് വിവാഹം.